ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിയുടെ 68ാമത് ജന്മദിന ആഘോഷം ചാലക്കുടി ഗായത്രി ആശ്രമത്തിൽ നടന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ യോഗം ആരംഭിക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ചാലക്കുടി യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ചന്ദ്രൻ സാറാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമൃത കലേഷിനെ ക്ഷണിച്ചു. गुरुर्देवो महेश्वर गुरुर् साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः. ॐ ब्रह्मणे मूर्तिमते श्रितानां शुद्धिहेतवे नारायणेन्द्राय तस्मै श्री गुरवे नमः. नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणेन्द्राय तस्मै श्री गुरवे नमः. महनीयचरित्राय ममतारहितात्मने नारायणेन्द्राय तस्मै श्री गुरवे नमः. महनीयचरित्राय ममतारहितात्मने नारायणेन्द्राय तस्मै श्री गुरवे नमः. शिशरे गुरुपदेशान्ते कडाक्षै शिक्षसञ्जया ब्रह्मविद्या गोविदाय तस्मै श्री गुरवे नमः. वादिनां वादिने वाजम्यमाना मौनभाजिने सर्वलोकानुरूपाय तस्मै श्री गुरवे नमः. यस्य नः कल्पते सिद्धये पादाम्बुजरजो नमः नारायणेन्द्राय तस्मै श्री गुरवे नमः. സ്വാഗത സദസ്സിനു വേണ്ടി നമ്മുടെ ശ്രീ പുത്തൂർ ശോഭാനന്ദൻ GDS PS ജോയിന്റ് രജിസ്ട്രാർ അവരെ ക്ഷണിച്ചുകൊള്ളു. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. പേര് ശോഭനൻ എന്നാണ് പുത്തൂർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ഒരു പുണ്യദിനമാണ്. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ 68ാമത് ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. നമ്മൾ രാവിലെ നടന്ന ഭവനം, പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം, അതുപോലെ തന്നെ പാദ പൂജ ഒക്കെ നടത്തിയതിന് ശേഷം തുടർന്നുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടനവും പ്രാർത്ഥനയൊക്കെയായി നടക്കുന്ന ഈ യോഗത്തിൽ ഇവിടെയും നമുക്ക് സ്വാമിയെ ആദരിക്കേണ്ടതായിട്ടുണ്ട്. സ്വാമിജിക്ക് ദീർഘനാൾ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആരോഗ്യ സൗഖ്യത്തോടെ ഗുരുദേവൻ കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ചാലക്കുടി യൂണിയൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ചന്ദ്രൻ സാറാണ്. അദ്ദേഹം സജീവ പ്രവർത്തകൻ, ഗുരുഭക്തൻ, യൂണിയൻ്റെ സജീവ പ്രവർത്തകൻ. അദ്ദേഹത്തെ അധ്യക്ഷസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ സാറാണ്. സാറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതായിട്ടില്ല. എഴുത്തുകാരനാണ്. വളരെ 82 കാലഘട്ടം തൊട്ട് എനിക്കറിയാവുന്ന, എന്നോട് പരിചയമുള്ള ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്, ഗ്രന്ഥകർത്താവാണ്. പിന്നെ
ഉദ്യോഗമണ്ഡലത്തിൽ നിന്നും വിരമിച്ച് ഇപ്പോൾ ശിവഗിരി മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചു വരുന്നു. ഈ അടുത്ത കാലത്താണ് സാർ ആ സ്ഥാനം ഏറ്റെടുത്തത്. വളരെ ആത്മാർത്ഥതയോടെ ശിവഗിരിയിൽ വസിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സാറ് ഗ്രന്ഥകർത്താവായ ആ മഹത് വ്യക്തിയെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ജന്മദിനത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നത് ശ്രീമതി ഗുരുദർശൻ രഖിനിയാണ്. നമ്മുടെ ആശ്രമ അന്തേവാസിയും ശിക്ഷയുമായിട്ടുള്ള രഖിനിയെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാനായി പ്രവർത്തിച്ചു വരുന്ന ജോജി അവറുകൾ, കൗൺസിലറായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ജോജി അവറുകൾ, അദ്ദേഹത്തെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ജേക്കബ് വടക്കാഞ്ചേരി സാറ് പ്രഭാഷകനാണ്. ശിവഗിരി പ്രകൃതി വികസനത്തിന് അഗ്രഗണ്യനാണ്. നമ്മുടെ ശിവഗിരിയിൽ നടന്ന അവിടുത്തെ പ്രസംഗത്തിന് അവിടുത്തെ പരിഷത്ത് രംഗണമടൻ ക്ലാസ്സുണ്ടായി പ്രഭാഷകനായി കാലത്തിന്റെ അദ്ദേഹം വിരാഴ്ച വരുന്നു. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജോജി മൂത്താണ് ചാലക്കുടി പൗര പ്രമുഖനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉദയവൻ മാസികയുടെ എഡിറ്ററായി പ്രവർത്തിച്ചു വരുന്ന ഓംകാർജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ശ്രീ ശശിധരൻ ഗോവ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അമ്മ ഫൈനാൻസ് വർക്കല സന്തോഷ് അവരുകൾ, അദ്ദേഹത്തെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഡോക്ടർ എന്താശങ്കർ മാതൃസഭയുടെ പ്രസിഡന്റായി കേന്ദ്ര പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ എന്താശങ്കർ ഇത്രയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുകൊണ്ട് ചാത്തന്നൂർ ശ്രീ ഷാജികുമാർ സാറ് ചാത്തന്നൂർ മണ്ഡലത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ജില്ലയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദുരന്തപൂർവ്വ സംഘടിപ്പിച്ച സെക്രട്ടറി സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ കെ എൻ ഭദ്രൻ സാറ് ശ്രീനാരായണ സേവാ സംഘത്തിന്റെ സജീവ പ്രവർത്തകരാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബാബുരാജ് സാറിന് എന്താണെന്ന് തിരിച്ചറിയിക്കുന്നു. ഈ അവസരത്തിൽ സാറിനെ വളരെ കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ജോലി സാർ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത് ചാലക്കുടി നിവാസിയായ സജി അവരുകളാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേവാസാറ് ഈ സംഘാടകനാണ്, സജീവ പ്രവർത്തകനാണ്, കുടുംബക്കാരാണ്, സ്വാമിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും സമയത്ത് മണിക്കൂർ കൊണ്ട് തീർക്കണമെന്നാണ് സായം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ശ്രീ ഗിരീഷ് എത്തിച്ചേർന്നിരിക്കുന്നു. ഗിരീഷിനെ നമ്മൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗുരുഭക്തരെയും മഹത് വ്യക്തികളെയും ഈ അവസരത്തിൽ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. സംപൂജ്യ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ ആഗ്രഹമായി പ്രവർത്തനാണ്. നമുക്ക് പ്രത്യേകിച്ച് സ്വാഗതം പറയാനെങ്കിലും ഒരു നാമധേയത്തിൽ ഏറെ പ്രാർത്ഥനയോടെ ഏറെ ഭക്തിനിർഭരമായ രീതിയിൽ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ സമൃദ്ധിയും ആയുരാരോഗ്യ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വാമിജിയെ ഈ അവസരത്തിൽ കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളു. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ചന്ദ്രൻ സാക്ഷി. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ പുത്തൂർ ശോഭാനന്ദൻ അവർക്ക് സ്വാഗതം പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്ന് എല്ലാവരും നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാം നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ശിവഗിരി മഠാധിപതി നമ്മുടെ ശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ 68ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്.
ആ ആഘോഷത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ ആരുടെയും പേര് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ സ്വാമി എന്നോട് പറഞ്ഞ ആരുടെയും പേര് അഭിസംബോധന ചെയ്ത് സമയം കളയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന വേദിയിലെ മുഴുവൻ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും, അതേപോലെ തന്നെ സദസ്സിലും വേദിയിലിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ പേരിൽ നമസ്കാരം പറയുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം സ്വാമികളാണ് നമ്മളെ ഗുരുവിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും നമ്മുടെ നാട്ടിലല്ല ലോകമെമ്പാടും നമ്മൾക്ക് ഗുരുദർശനം, ഗുരുവിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നത് ധ്യാനത്തിൽ കൂടിയും അതേപോലെ തന്നെ സ്വാമിയുടെ പ്രഭാഷണത്തിൽ കൂടിയും നമ്മളെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ ശ്രീമൻ സച്ചിദാനന്ദ സ്വാമികളാണ്. ആ സ്വാമികളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ സന്തോഷത്തോടു കൂടി നമ്മൾക്ക് ആഘോഷിക്കേണ്ടതാണ്. ഇന്നിവിടെ സ്വാമിയുടെ നമ്മളുടെ എല്ലാവരുടെയും ടെലിഫിലിം എടുക്കുന്നത് നമ്മുടെ സംവിധായകനാണ്. ഇദ്ദേഹം ആ സംവിധായകനാണ് ടെലിഫിലിം എടുക്കുന്നത്. അദ്ദേഹം എത്രയോ ദൂരത്ത് നിന്ന് സ്വാമിയുടെ ജന്മദിനം ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ടെലിഫിലിം എടുക്കാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് റെനിൽ എന്നാണ്. അപ്പോൾ നമുക്കറിയാം സ്വാമികൾ, എനിക്ക് സ്വാമിയെ പറ്റി അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ ലോ KG RG ബാലൻ അവരുടെ മരുമകനാണ് ഞാൻ. അപ്പോൾ RG ബാലനും സ്വാമികളും ഒരുമിച്ച് ചാലക്കുടിയിൽ SNDP പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സ്വാമിയും അതേപോലെ തന്നെ KG ബാലേട്ടനും RG ബാലേട്ടനും ഒക്കെ നേതൃത്വത്തിൽ വളരെ അധികം ചാലക്കുടിയിൽ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങിയ സ്വാമികളാണ്. അന്ന് സ്വാമിയും എൻ്റെ ഫാദറിലോ എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് ഓരോ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും പോകുന്നതും ചെയ്യുന്നതെല്ലാം. ഏറെ എന്തിനു പറയുന്നു, എൻ്റെ വിവാഹം വരെ നടത്തി തന്നത് സ്വാമികളാണ്. എൻ്റെ വിവാഹം വരെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂടപ്പുഴയിൽ വെച്ച് നടത്തി തന്നത് സ്വാമികളാണ്. മകൻ്റെ വിവാഹം നടത്തി തന്നത് കൊല്ലത്ത് സ്വാമികളാണ്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും സ്വാമികൾ മുന്നിട്ട് നിൽക്കുന്ന സ്വാമിയാണ്. സ്വാമിയെ നമുക്കെല്ലാവർക്കും വളരെ അധികം സന്തോഷമുണ്ട്. സ്വാമിയുടെ 68ാമത്തെ പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞത് ഏകദേശം എല്ലാ പിറന്നാളിലും ഞാൻ എത്താറുണ്ട്. അതെല്ലാം സ്വാമിയുടെ ആശ്രമത്തിൻ്റെ മുകളിലായിരുന്നു. ഇത്തവണ സ്വാമി പറഞ്ഞു കുറച്ച് ആളുകൾ കൂടുതലുണ്ടായിരിക്കും ചന്ദ്രൻ, നമുക്ക് യസനകാളിയിൽ വെച്ചാൽ പോരെ എന്ന്. അപ്പോൾ ഞാൻ ഈ യസനകാളിൻ്റെ ചാർജൊക്കെ ഞങ്ങൾക്ക് തന്നെയാണല്ലോ ഭരണസമിതിയൊക്കെ. സ്വാമി അതിനെന്താ കുഴപ്പം, സ്വാമി അതിൽ എങ്ങനെ വേണമെങ്കിലും നടക്കും സ്വാമി, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വാമിക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് കാര്യങ്ങളും നടത്താം. നമ്മുടെ പ്രസ്ഥാനമാണ്, നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സ്വാമിയാണ് മുന്നിട്ട് വന്ന് ഗുരുവിനെ പറ്റി, ഗുരുവിൻ്റെ പ്രകാശം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഗുരു നമ്മളെന്താണ് പഠിപ്പിച്ചത്, ആ കാര്യങ്ങളെല്ലാം ഞാനടക്കം പഠിച്ചിരിക്കുന്നത് സ്വാമിയിൽ നിന്നാണ്. അപ്പോൾ ആ സ്വാമിയുടെ 68ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി നമ്മളിരിക്കുന്നു. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞ് മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു കയറുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ കൊച്ചുമക്കളിലേക്ക് നമ്മുടെ നാട്ടിൽ ഉടനീളം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമാണ് ഇന്ന് ഈ ലോകം നന്നാവുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ രാസലഹരിക്ക് അടിമയായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ മക്കളും. ആ രാസലഹരിക്ക് അടിമയായിരിക്കുന്ന നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് നല്ല പൗരന്മാരായി വളർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനിവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർ, പേരൻസുകൾ എല്ലാവരും തയ്യാറാവണം മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട്. വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭ്രാന്താലയത്തെ സ്വർഗാലയവും മനുഷ്യാലയവുമാക്കുവാനായിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനം കൊണ്ടും പ്രകാശം കൊണ്ടും സാധിച്ചു എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സംഘടനയാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഗുരുവിൻ്റെ ആദർശമാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോരുത്തരും പ്രവർത്തിക്കുവാനായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ 68ാമത്തെ ജന്മദിനം എല്ലാവിധ ആശംസകളും സ്വാമിക്ക് ദീർഘായുസോടുകൂടി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ
ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ പോപ്പാണ് ലോകത്തെ എമ്പാടുമുള്ള നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള പോപ്പാണ് നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സ്വാമിയുടെ കീഴിൽ നമുക്ക് രണ്ട് വാക്ക് പറയുവാനായിട്ട് സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ സ്വാമിക്ക് ഒരു ജാതിയോ വർഗമോ മതമോ ഒന്നുമില്ല. സ്വാമി എന്നോട് പറഞ്ഞു, ഞാനും മർച്ചൻ്റ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു ജോയ് മൂത്തേടനെ വിളിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോയ് മൂത്തേടൻ ഞങ്ങളുടെ മർച്ചൻറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിക്ക് സ്വാമി, എല്ലാവരും അല്ല ജോയ് മൂത്തേടൻ ഏത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു ജാതിയോ മതമൊന്നും നോക്കാതെ എല്ലാത്തിനും പങ്കെടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാൻ പറഞ്ഞു. അത് അപ്പം തന്നെ സ്വാമി അവിടെ നിന്ന് വിളി വന്നു. ആ ജോയ് മൂത്തേടനും സ്റ്റേജിൽ, അദ്ദേഹത്തിന് അറിയില്ല സ്റ്റേജിൽ സീറ്റുണ്ടോ എന്ന്, സ്വാമി വിളിച്ച് ഇവിടെ ഇരുത്തി. അതാണ് സ്വാമിയുടെ മനുഷ്യത്വം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് എല്ലാവരും നമ്മൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുവാനായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാമിക്ക് ദീർഘായുസ്സും അതേപോലെ തന്നെ സന്തോഷമായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ. ഷിനു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ധ്യാനയജ്ഞം ഗുരുദേവ സന്ദേശങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ, കുടുംബാന്തരീക്ഷത്തിൽ എത്തിക്കുന്നതിൽ, ഈ സമൂഹത്തിൻ്റെ അബദ്ധസഞ്ചാരങ്ങൾ ഒഴിവാക്കി നേർവഴിക്ക് നയിക്കുന്നതിൽ ഈ അടുത്ത കാലത്തൊന്നും അതുപോലെ ഒരു നല്ല പ്രവർത്തനം നടന്നിട്ടില്ല. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് ആളുകളെ ആ പരിപാടിയിലേക്ക് ആകർഷിക്കാൻ കഴിയും. അത് ബഹുഭൂരിപക്ഷവും നടന്നത് ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂറിലായി. ചങ്ങനാശ്ശേരി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ, പത്തനംതിട്ട ജില്ലകളിലായിരുന്നു. പിന്നീട് അത് കേരളം മുഴുവൻ വ്യാപിച്ചു. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് ആളുകൾ, അമ്മമാരും സഹോദരിമാരും നിലവിളക്കും കൊണ്ടുവന്ന് കത്തിച്ചു വെച്ചിരുന്ന് നടത്തുന്ന ധ്യാന പരിപാടി 2-3 ദിവസം നല്ല പ്രഭാഷണങ്ങൾ, പെരുമാറ്റ മര്യാദകളെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് ഒക്കെ ഹൃദയസ്പൃക്കായ ഭാഷയിൽ നടത്തിയ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ശിവഗിരി മഠത്തിൽ ഒരു ആവശ്യം വന്നാൽ ഒരുപാട് ആളുകൾ ഏറ്റവും എല്ലാ ദിവസങ്ങളിലും നിന്ന് ശിവഗിരിയിൽ നോക്കിയാൽ അവിടെ തീർത്ഥാടകരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ മാത്രമല്ല, മിക്കവാറും ദിവസങ്ങളിൽ വർക്കിംഗ് ഡേകളിൽ പോലും ആളുകൾ വരുന്നു. അത്രമാത്രം ആളുകളെ ശിവഗിരി മഠവുമായി ബന്ധപ്പെടുന്നതിന് ഗുരുദേവന്റെ കാലശേഷം ശിവഗിരി മഠവുമായി ഇത്രയേറെ ഭക്തജനങ്ങളെ സഹകരിപ്പിക്കുന്നതിൽ, അവരെ ആകർഷിച്ചു കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളമെമ്പാടും നടന്ന ധ്യാനയജ്ഞം 2-3 ദിവസങ്ങളായി നടന്ന പരിപാടികൾ അങ്ങേയറ്റം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് മാത്രം 10-15 മിനിറ്റ് പറയേണ്ടതാണ്. ഞാൻ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു പ്രവർത്തന ശൈലി ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മതം മാറിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ സമൂഹത്തിൽ നിന്നാണ്, ശ്രീനാരായണ സമൂഹത്തിൽ നിന്നാണെന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കേവല യാഥാർത്ഥ്യമാണ് ഞാനീ പറയുന്നത്. ആ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാൻ ഇതുപോലുള്ള ധ്യാന പരിപാടികൾ, യജ്ഞ പരിപാടികൾ ആവശ്യമാണ്. അതിനിയും നമുക്ക് തുടങ്ങണം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന് സമയമില്ല, തിരക്കിട്ട സമയം, ഒരുപാട് ജോലി തിരക്കുള്ള ആളാണ്.
അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നല്ല സമർത്ഥരായ ആളുകൾ, ചെറുപ്പക്കാരുണ്ട്. ആ പരിപാടികൾ നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, ഒരു സന്യാസി അല്ലെ ഒരു സമൂഹത്തിൻ്റെ ഒരു നേതാവ് പരമപ്രധാനമായി വേണ്ട 2-3 കഴിവുകൾ. ഒന്ന്, ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രഭാപൂരം അത് അദ്ദേഹത്തിനുണ്ട്. ഏത് വേദിയിൽ ചെന്നാലും എല്ലാവരുടെയും ഒരു ആദരവ് പിടിച്ചു പറ്റാൻ സച്ചിദാനന്ദ സ്വാമിക്ക് കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ കഴിവ് പ്രസംഗിക്കാനുള്ള കഴിവാണ്. തൻ്റെ ഉള്ളിലുള്ള ആശയം തൻ്റെ വായനയിലൂടെ, പഠനത്തിലൂടെ, നിധിധ്യാസത്തിലൂടെ ആർജിച്ചെടുത്ത ആ ഒരു അറിവ് തൻ്റെ അനുയായികളിലേക്ക് പകരാൻ കഴിയുന്ന ഒരാളാണ് ഒരു യഥാർത്ഥ നേതാവ്. അത് സന്യാസി വര്യനായാലും രാഷ്ട്രീയ നേതാവായാലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നേതാവായാലും ഈ ആശയപ്രചരണത്തിനുള്ള കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അതൊരു അനുഭവമാണ്. ഒരുപാട് അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ വർഷങ്ങളായി ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഏത് വേദിയിലായാലും മറ്റാരും കാണാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ഒരു അറിവ്, ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. അത് തൻ്റെ വർഷങ്ങളായിട്ടുള്ള പഠന മനന നിധിധ്യാസങ്ങളുടെ ഫലമായി ആർജിച്ചെടുത്ത ഒരു ആർജിത സംസ്കാരമാണ്. മാത്രവുമല്ല, ജന്മനാ അദ്ദേഹം ഒരു പ്രസംഗിക്കാൻ വേണ്ടി ജനിച്ച ആൾ കൂടിയായിരുന്നു. ശിവഗിരി മഠത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ബ്രഹ്മവിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രസംഗ മത്സരങ്ങളിൽ എല്ലാ വർഷവും 1-ാം സ്ഥാനം അദ്ദേഹത്തിനായിരുന്നു. ഒരു വ്യക്തിയാണ് സച്ചിദാനന്ദ സ്വാമി. നമുക്കറിയാം, ചാലക്കുടിയിലെ ദേശീയോത്സവത്തിൽ വർഷങ്ങൾക്ക് മുന്നേ മതസൗഹാർദ്ദ സമ്മേളനം നടത്തുമ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ചിന്ത ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സച്ചിദാനന്ദ സ്വാമിയാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് എന്ന് ഈ സമയത്ത് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ സ്വാമി മാർക്കറ്റ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഷോപ്പിൽ വരികയും ഷോപ്പിൽ വന്നുകൊണ്ട് നമുക്കറിയാം ശിവഗിരി മഠാധിപതിയുടെ ആ സ്വാമിയായിട്ട് പോലും മാർക്കറ്റ് റോഡിൽ വന്ന് ഞങ്ങളൊക്കെ കണ്ട് ആ സ്നേഹം പങ്കിടുന്ന ആ സ്വാമിക്ക് ചാലക്കുടി വ്യാപാരി സമൂഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു. നന്ദി, നന്ദി, നന്ദി. അടുത്തതായി ജന്മദിന വിശദീകരണ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ഗുരുദർശൻ രഘ്നയെ ക്ഷണിക്കുന്നു. നാരായണ ഗുരാധ്യാം ശിവലിംഗായ മധ്യമാം ശ്രീബോധാനന്ദ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം, വന്ദേ ഗുരുപരമ്പരാം, വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നാരായണ ഗുരാധ്യാം ശിവലിംഗായ മധ്യമാം ശ്രീബോധാനന്ദ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം, വന്ദേ ഗുരുപരമ്പരാം, വന്ദേ ഗുരുപരമ്പരാം. ഓം നാരായണ ഗുരാധ്യാം ശിവലിംഗായ മധ്യമാം ശ്രീബോധാനന്ദ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം, വന്ദേ ഗുരുപരമ്പരാം. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യ പരമ്പരയിലെ സന്യാസിയും ഇപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ സച്ചിദാനന്ദ സ്വാമികളുടെ 68ാമത് ജന്മദിനാഘോഷമാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ അവതരിച്ച പുണ്യ പുരുഷന്മാര്, അവതാരമൂർത്തികളുടെ കൂട്ടത്തിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി
ജനിച്ച് പ്രവാചകന്മാരുടെ ഇടയിലും ആ പരമ്പരയിൽ ജനിച്ച ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ തത്വദർശനം എന്ന് പറയുന്നത് ഒരു പുതിയ നവീന വിജ്ഞാനധാരയാണ്. അവിടുത്തെ ദർശനം വളരെയേറെ അപൂർവതകൾ നിറഞ്ഞതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഗുരു നമുക്ക് നൽകിയ സന്യാസ സങ്കല്പം. സന്യാസി എന്നാൽ സർവദാ കർമ്മ നിരതനായിരിക്കണം. എൻ്റെ കുട്ടിക്കാലം മുതൽ കേട്ടും കണ്ടും അറിഞ്ഞ അജിരേണ ഗുരുശിഷ്യ ബന്ധമുണ്ടായി. ആ ഗുരുശിഷ്യ ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഗുരുനാഥൻ്റെ ചില സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്നാണ് സദാ കർമ്മ നിരതനായിരിക്കുക. ശ്രീനാരായണ ഗുരുദേവന്റെ സന്യാസ സങ്കല്പം അനുസരിച്ചുകൊണ്ട് എഴുതിയും പറഞ്ഞും പ്രചരിപ്പിച്ചുകൊണ്ടുമുള്ള ധന്യ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് 50 ആണ്ടുകൾ കൂടി ആയിരിക്കുന്നു എന്നത് ഈ ഒരു വർഷത്തിൻ്റെ ഒരു ജന്മദിനത്തിൻ്റെ സവിശേഷതയാണ്. ശ്രദ്ധാവാൻ ലഭ്യതേ ജ്ഞാനം എന്നതിലൊരു മൂർത്ത രൂപമാണ് സച്ചിദാനന്ദ സ്വാമികൾ. സച്ചിദാനന്ദ സ്വാമികളുടെ ഗ്രന്ഥങ്ങള്, ദിവ്യപ്രബോധന, ധ്യാന, യജ്ഞം, വൈദ്യ, സ്വാധീനത ഒക്കെ ഇവിടെ ഇരിക്കുന്ന ഏവർക്കും പരിചയമുള്ളതാണ്. ഈ കഴിഞ്ഞ 365 ദിവസങ്ങൾക്കുണ്ട്. ഇന്ന് ഡിസംബർ 1. കഴിഞ്ഞ വർഷം ഇതേ ദിവസം വത്തിക്കാനിൽ പരിശുദ്ധ മാർപ്പാപ്പയുടെ ആശീർവാദത്തോട് നടന്ന ലോകമത പാർലമെന്റിൽ പങ്കെടുക്കുവാനായി ഞാനും എൻ്റെ ഗുരുനാഥനോടൊപ്പം വത്തിക്കാനിലുണ്ടായിരുന്നു. ഇന്നേക്ക് 365 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രീനാരായണ ദർശനത്തെ പ്രകാശിതമാക്കുവാൻ ഉതകുന്ന മഹാസമ്മേളനങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുക എന്നതാണ് ഈ കഴിഞ്ഞ ഒരു വർഷം സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ശിവഗിരി മഠം നടത്തിയിരിക്കുന്നത്. അത് എത്ര പ്രശംസനീയമാണ്, അത് വാദാതീതമാണ് എന്നേ നമുക്ക് പറയേണ്ടതുള്ളൂ. ഇന്ന് എൻ്റെ ഒരു പുസ്തകം കൂടെ റിലീസാകുന്നുണ്ട്. സച്ചിദാനന്ദ സ്വാമിയുടെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ 1982 സച്ചിദാനന്ദ സ്വാമികളായി മാറുന്നതിന് മുൻപ് തന്നെ സാഹിത്യ സഭയെ ആരംഭിച്ചപ്പോൾ മുതൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ ചരിതത്തിലെ ദിവ്യമായ ഏടുകൾ, ദിവ്യമായ സംഭവങ്ങൾ, മഹത് സംഭവങ്ങൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ പഠനങ്ങൾ തയ്യാർ ചെയ്യുക എന്നത് സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പ്രഭാഷണങ്ങൾ സമാഹരിച്ച് പുസ്തകമായി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ സച്ചിദാനന്ദ സ്വാമിയുടെ ലേഖനങ്ങളും എനിക്ക് സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ, അതായത് ഗുരുവിൻ്റെ ദിവ്യമായ ജീവിതത്തിലെ 1888 മുതൽ 1928 വരെയുള്ള ആ കാലഘട്ടത്തെ പ്രധാന സംഭവങ്ങളുടെ സമഗ്ര പഠനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രന്ഥമാണ് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ 68ാം ജന്മദിനത്തിൽ എനിക്ക് നൽകുവാനുള്ള ഗുരുദക്ഷിണ. എന്താണ് ഈ ഒരു ജന്മദിനത്തിൽ നൽകേണ്ടത് എന്നുള്ള ചിന്തയിൽ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ചിന്തയിൽ ഇങ്ങനെയൊരു ആശയം കൊട്ടിട്ടത്.
ഏതാണ്ട് ഒക്ടോബർ 25 ശേഷമാണ് ഞാൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധയൂന്നി. ഭാഗ്യവശാൽ മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും കയ്യിലുണ്ടായിരുന്നത് കൊണ്ടും ഗുരുദേവൻ മാസിക ശിവഗിരി മാസികയിലെ 2 മാസികയുടെ സഹായം കൊണ്ടും വളരെ പെട്ടെന്ന് ഒരു ഗ്രന്ഥം തയ്യാർ ചെയ്യാൻ സാധിച്ചു. സച്ചിദാനന്ദ സ്വാമികളുടെ ശ്രദ്ധ എഴുത്തിൽ മാത്രമല്ല സംഘാടകത്വത്തിലും സമഗ്രമായ ശ്രദ്ധേയ സൂക്ഷ്മതയിലും പരിപക്വമായ ആശയ വിശദീകരണത്തിലും എന്നല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞു വെച്ചതുപോലെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്ര വിശാല വീക്ഷണത്തോടുകൂടി ഗുരുദേവ സന്ദേശം പ്രചരണം നടത്തുന്ന ഒരു സന്യാസിയെ മറ്റൊരു സന്യാസിയെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നാം ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇതെല്ലാം സാധിക്കുന്നത്, ഇത്രയേറെ ഗ്രന്ഥങ്ങൾ എഴുതാൻ സാധിക്കുന്നത് 438ഓളം ധ്യാന യജ്ഞങ്ങളാണ് ഇപ്പോൾ നടന്ന് കഴിഞ്ഞിരിക്കുന്നത്. അത് 4 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. 68ാം ജന്മദിനത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, 365 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ ദിവസങ്ങൾ എടുത്തു വെച്ചിട്ട് ആ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ്, ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഉറങ്ങുന്നത് എപ്പോഴാണ്? കാരണം ഓരോ കുട്ടിന്റെ വർക്കില് സഹകരിച്ച് തുടങ്ങിയപ്പോഴാണ് എത്രയേറെ ശ്രദ്ധയും കഠിനാധ്വാനവും ഓരോ ഗ്രന്ഥത്തിന്റെ പിന്നിലും ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. സച്ചിദാനന്ദ സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരെ, അവരുടെ ജീവിതത്തെ, സന്യാസി ശിഷ്യന്മാരുടെ ജീവിതത്തെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് പരിചയപ്പെടുത്തി ഇത്ര ആഴത്തിലും വിപുലമായും പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് സച്ചിദാനന്ദ സ്വാമികളുടെ ഗ്രന്ഥങ്ങളാണ് എന്നതിൽ തർക്കമില്ല. നമ്മളുടെ സമ്മേളനം ആരംഭിച്ചപ്പോൾ ഇവിടെ ചൊല്ലിയ പ്രാർത്ഥന ഓം ബ്രഹ്മണേ മൂർത്തിമതേ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആ ഒരു പ്രാർത്ഥനയുടെ താഴെ ശിവലിംഗദാസ സ്വാമികൾ എന്ന് കേൾക്കുമ്പോൾ ഞാൻ വെറുതെ വായിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ശ്രീനാരായണ ശിവലിംഗം, ശ്രീനാരായണ ഗുരുദേവന്റെ വാമന രൂപമായ സിദ്ധപുരുഷനായ ആധ്യാത്മിക യോഗിയായ ശിവലിംഗദാസ സ്വാമികളെ ഉൾക്കൊണ്ട് പ്രസംഗിക്കുന്ന പ്രഭാഷകരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് എങ്ങനെയാണ് ഈ പ്രഭാഷകരൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ നമ്മൾക്ക് കാണാം. എത്രയേറെ ലൈക്കുകൾ, എത്രയേറെ ഷെയറുകളാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവർ ആധാരമാക്കി എടുത്തിരിക്കുന്നത്, ഇവർ ഉപയോഗിക്കുന്ന കൈപ്പുസ്തകങ്ങൾ ആര് രചിച്ചിട്ടുള്ളതാണ്? ശ്രീനാരായണ ഗുരുദേവന്റെ നിശ്ചലദാ സ്വാമി എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. സച്ചിദാനന്ദ സ്വാമികളിലെ ഗവേഷണ പഠുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ നിശ്ചലാനന്ദം, ശ്രീനാരായണ നിശ്ചലാനന്ദം പറയുന്ന ഗ്രന്ഥം വായിക്കണം. ഇവിടെ ഇരിപ്പുണ്ട്, 2000 പുതിയ എഡിഷൻ വന്നിട്ടുണ്ട്. ശിവഗിരി മഠത്തിന്റെ പോലും രേഖകളിലില്ലാത്ത ഗുരുദേവൻ മഹാസമാധിക്ക് വളരെ മുമ്പേ തന്നെ മഹാസമാധി പ്രാപിച്ച ആ ശിഷ്യനെ ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനം അറിയുന്നത് ആ ശിഷ്യന്റെ കൃതികളെ, നിശ്ചലദാസ്വാമിയുടെ മാത്രമല്ല, ശിവലിംഗദാസ സ്വാമിയുടെയും ചൈതന്യ സ്വാമിയുടെയും സത്യവ്രത സ്വാമിയുടെയും ഒക്കെ കൃതികൾ കൂടി നമുക്ക് പരിചയപ്പെട്ടത് സച്ചിദാനന്ദ സ്വാമികളുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ്. ബഹുമാന്യ യോഗാധ്യക്ഷൻ SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ കൊടുത്താപ്പള്ളി, ഇന്നത്തെ വിശിഷ്ടാതിഥി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിലെയും സദസ്സിലെയും വിശിഷ്ടത്തിലെ സ്നേഹമുള്ളവരെ, എല്ലാം വളരെ
വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് 68-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സച്ചിദാനന്ദ സ്വാമികൾക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ദീർഘായുസ്സും നേരുന്നു. ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വാർഡിൽ കൗൺസിലറായിട്ട് എത്തിച്ചേരുന്നത്. അതിനേക്കാളും വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ സാമൂഹ്യമായി വളരെ അടുത്ത് ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ ഈ വാർഡുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സച്ചിദാനന്ദ സ്വാമികളാണ്. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്നെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അതിനെല്ലാം പ്രോത്സാഹനം തന്ന് എന്നെ ഈ വാർഡിൽ തന്നെ ചാലക്കുടി നഗരസഭയിലെ എന്നെ മുൻനിരയുള്ള കൗൺസിലർമാരിൽ എത്തിക്കാൻ കഴിഞ്ഞത് സ്വാമിയുടെ ഈ പ്രോത്സാഹനം കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപൂർവം ഭാഗ്യങ്ങളാണ് ഓരോരുത്തർക്കും ചില ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നത്. അതിലൊന്ന് എനിക്ക് ഏറ്റവും എടുത്തു പറയാവുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നത്, ഏറ്റവും വലിയ അന്നത്തെ നിമിഷമായിട്ട് മാറിയിരിക്കുന്നത് ഭാരത കത്തോലിക്ക സഭയുടെ തലവനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുന്ന് 100 കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലുമായിട്ട് വത്തിക്കാനിൽ എത്തിച്ചേരുകയും മാർപ്പാപ്പയെ കാണുകയും ചെയ്യാറുണ്ട്. ആ മാർപ്പാപ്പയെ കാണുന്നത് 2-3 നിലകളുടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം കൈകൾ വീശും. എന്നാൽ ഇതുപോലുള്ള ചെറിയൊരു സദസ്സിൽ ആ മാർപ്പാപ്പയുടെ തൊട്ടടുത്തെത്തി അദ്ദേഹത്തിന്റെ കരങ്ങൾ വന്ദിക്കാനും അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിക്കാനുള്ള അവസരം ലഭിച്ചത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് സച്ചിദാനന്ദ സ്വാമികൾ. നമുക്കറിയാം, വിവിധ രാജ്യങ്ങളിലായി സർവ്വമത സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ച സ്വാമിക്ക് ഇന്ന് 68-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു, എല്ലാവിധ നന്മകളും തരുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഗുരുഭക്തരെ എല്ലാവർക്കും ഗോവയിലുള്ള ശശിധരന്റെ കുടുംബത്തിന്റെയും SNGMSന്റെ പേരിൽ ആദ്യമേ നന്ദി പറയുന്നു. എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. സച്ചിദാനന്ദ സ്വാമിയുടെ ജന്മദിനത്തിന് വരാറുണ്ടെങ്കിലൂടെ ആദ്യമായിട്ടാണ് 2 വാക്കുകൾ പറയാനായിട്ട് ഞാൻ സ്റ്റേജിൽ എന്നെ സ്വാമി വിളിച്ചത്. കൂടുതൽ സംസാരിക്കാൻ ഏകദേശം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എല്ലാത്തിനെ പറ്റും. ഞങ്ങൾ ഗോവയിൽ ഗുരുമന്ദിരത്തിന് വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഏതാണ്ട് 1992 കൂടിയായിരുന്നു. പക്ഷെ കുറേ നാളൊന്നും നടന്നില്ല. ഏകദേശം 2004 അവിടെ ഗുരുപ്രതിഷ്ഠ നടത്താൻ പറ്റി. ശിവരിമഠത്തിലെ അന്നത്തെ മഠാധിപതിയായിരുന്ന സ്വരൂപാനന്ദ സ്വാമിജികളായിക്കൊണ്ടാണ് ഞങ്ങൾ ആ പ്രതിഷ്ഠ നടത്തിയത്. 2005 എൻ്റെ സ്നേഹിതൻ നമ്മുടെ ബൈജുവിൽ കൊണ്ട് ബൈജു വന്ന് അവിടെ നേവിയിൽ അവിടെ ഉദ്യോഗസ്ഥനായിരുന്നു. ബൈജുവും ഞാനും കൂടാണ് സച്ചിദാനന്ദ സ്വാമിയെ വന്ന് കണ്ട് അവിടെ ഒരു ധ്യാന സഭയിൽ അവിടെ ഒരു ധ്യാനം വന്നു 2005. അതിൽ ഒരുപാട് സടകുടഞ്ഞാണ് ഞങ്ങൾ ഗുരുമന്ദിരം വളർന്നത്. അദ്ദേഹം ആദ്യമേ ഞങ്ങളുടെ പേര് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ സൊസൈറ്റി എന്നായിരുന്നു. അത് മാറ്റണമെന്നുള്ള ആശയം വെച്ചു. കാര്യം മെമ്മോറിയൽ സാധാരണ പറയുന്നില്ല, യേശു മെമ്മോറിയൽ എന്നോ ബുദ്ധൻ മെമ്മോറിയൽ എന്ന് പറയാനില്ല. അപ്പം ഗുരുവിന് നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ അവിടെ അവതരിപ്പിച്ച് പറഞ്ഞത്. എന്തായാലും ഒരു ജനറൽ ബോഡിയിൽ അത് ഞാൻ പാസ്സാക്കിയെടുത്തു. ഇപ്പം ശ്രീനാരായണ ഗുരു മിഷൻ സൊസൈറ്റി ഗോവ എന്ന പേരാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ മുൻ പ്രസിഡന്റാണ് ഞാൻ. അപ്പം അതിന് പുറകെ ഇപ്പോൾ ലൈബ്രറിയായി ഒരു മിനി ശിവഗിരിയായിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ ഒന്നിൻ്റെ മുകളിലാണ് അത് ഇരിക്കുന്നത്. കിഴക്കൊന്ന് അസ്തമിക്കുന്നത്, പടിഞ്ഞാറ് അസ്തമിക്കുന്നത്, കിഴക്കൊന്ന് ഉദിക്കുന്നത്, പടിഞ്ഞാറ് അസ്തമിക്കുന്നതും കാണാവുന്ന ഒരു ശാന്തസുന്ദരമായ സ്ഥലത്താണ് ആ ഗുരുമന്ദിരം ഇരിക്കുന്നത്. എല്ലാ മതക്കാരും ഗുരുദേവന്റെ തത്വങ്ങളനുസരിച്ച് എല്ലാ മതക്കാരും അവിടുത്തെ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. വെറും 501 രൂപ കൊടുത്താൽ വേറെ ഒന്നും വേണ്ട. ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ മെമ്പറാകാം. വേറെ നേരത്തെ 101 രൂപയായിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് നല്ല വിധത്തിൽ ഞങ്ങൾക്ക് സംഭാവന ചെയ്തു. അവിടുത്തെ സുധീർ തവളിക്കയുടെ പേര് എപ്പോഴും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും മന്ത്രിയാണ്, അന്നും മന്ത്രിയാണ്. അദ്ദേഹം 2 കോടിയിൽ പരം രൂപ അങ്ങോട്ട് നമുക്ക് സഹായം ചെയ്തു. PWD വഴിയായിട്ടും വഴിയായിട്ടും എല്ലാം. ഇവരുടെ SNGCയുടെ സമ്മേളനവും അവിടെ വെച്ചാണ് നടന്നത്.
അതിൻ്റെ ഇപ്പം ഞാൻ ആദ്യമേ സോണൽ വൈസ് പ്രസിഡന്റാണ്. ഇപ്പം ഞാൻ ഫങ്ഷണൽ വൈസ് പ്രസിഡന്റാണ്. ഒരു KN ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പം അതിൻ്റെ പേരിലും ഞാൻ സ്വാമിക്ക് വേണ്ട ജന്മദിനാശംസകൾ പറയുകയാണ്. ഞാനും നമ്മളെ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ ആദ്യം ചെയ്ത് സ്വാമിയെ കണ്ട് തൊഴിൽ കഴിക്കുന്നു. കൂടുതൽ സംസാരിക്കാൻ സമയം കളയുന്നില്ല. അപ്പം അടുത്തുള്ളവർക്ക് കൊടുക്കണമല്ലോ. അതുകൊണ്ട് സ്വാമിക്ക് ഒരുപാട് നാളുകൾ നമ്മളെ നയിക്കാനായിട്ട് ഇരിക്കട്ടെ. കാരണം ഇന്നവരെ നടക്കാത്ത കാര്യങ്ങളാണ് സച്ചിദാനന്ദ സ്വാമികൾ തന്നിട്ടുള്ളത്. ഗുരുദേവൻ ശബരിമഠം സ്ഥാപിച്ചു, അതുപോലെ SNDP സ്ഥാപിച്ചു. എങ്കിലും സച്ചിദാനന്ദ സ്വാമി വേണ്ടി വന്നു നമ്മൾ ഈ ഇന്ത്യ മുഴുവൻ ഗുരുദേവ പ്രചരണത്തിന് വേണ്ടി ഗുരുദേവന്റെ ആശയങ്ങളും ഗുരുദേവന്റെ കവിതകളും കേൾപ്പിക്കുവാനായിട്ട്. ഗുരുദേവന്റെ ഈ സരണിയിൽ കൂടെ ഈ സരണിയിൽ കൂടെയാണ് എല്ലാം ഗുരുദേവനെ കുറിച്ച് ആൾക്കാർ ഈ പറഞ്ഞു. ഞാൻ പോലും ഗുരുദേവനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിദാനന്ദ സ്വാമി ധ്രുവയാണ്. ഇപ്പോൾ അത് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും വളരട്ടെ. സച്ചിദാനന്ദ സ്വാമിക്ക് ആയുസ് ആരോഗ്യം ഇനിയും ഗുരുദേവൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അടുത്തതായി ഡോക്ടർ ലളിതാ ശങ്കർ ടീച്ചറെ ക്ഷണിക്കുന്നു. സമയക്കുറവുള്ളതുകൊണ്ട് 2 വാക്കിൽ ചുരുക്കുക. വേദിയിലും സദസ്സിലും ഉപേക്ഷിച്ചിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സജ്ജനങ്ങൾക്കും ഗുരുദേവ ഭക്തർക്കും എൻ്റെ നമസ്കാരം. ഈ പുണ്യദിനത്തിൽ ഇവിടെ എത്താൻ സാധിച്ചത് ഒരു നിയോഗമാണെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെയും വരും കാലഘട്ടത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും മഹാമന്ത്രം ഗുരുദേവ ദർശനങ്ങളാണ് എന്നെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുദേവ ദർശനത്തിൻ്റെയും അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഒക്കെ പ്രവാചകനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവർപ്പിക്കുന്നു, പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നു. എറണാകുളം ബാലരാജ് സാർ. സാർ സച്ചിദാനന്ദ സ്വാമികൾ വേദിയിലും സദസ്സിലുള്ള വിശിഷ്ടർക്ക് ഏവർക്കും വലിയ നമസ്കാരം. ഏകദേശം 23 വർഷം മുമ്പ് ഇന്ന് ലോകം അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മഹാത്മാവ് പറയുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഉണ്ടായിട്ടുള്ള സമസ്ത പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരം ഗുരുദേവ ദർശനം സന്ദേശങ്ങൾ മാത്രമാണ്. ഇന്ന് ലോകത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ പേരുള്ള വേർതിരിവുകളും തന്മൂലം ഉണ്ടാകുന്ന യുദ്ധങ്ങളും കലാപങ്ങളും ദാരിദ്ര്യവും ദുഃഖവും ദുരിതങ്ങളും ഇല്ലാതാക്കാൻ ഇന്ന് ലോകത്ത് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ശ്രീനാരായണ ഗുരുദേവ ദർശനം ലോകമൊട്ടാകെ എത്തിക്കുക എന്നത് മാത്രമാണ്. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ഡിവോട്ടീസുള്ള ആയിരക്കണക്കിന് ഭക്തരുള്ള ആ മഹാത്മാവ് അത് പറയുമ്പോൾ എനിക്കതിൻ്റെ പ്രാധാന്യം അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് വിദ്യാർത്ഥികളെ ഗുരുദേവ ദർശനമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് തന്നെ 300 കുട്ടികളിൽ നിന്ന് ചോദ്യങ്ങൾ സമാഹരിച്ചു 2200 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായ ഒരു പുസ്തകം തയ്യാറാക്കുന്നതിൻ്റെ പണിപ്പുരയിൽ ഏർപ്പെട്ടപ്പോൾ എല്ലാ മതകേന്ദ്രങ്ങളിലെയും തത്വങ്ങൾ ദർശനങ്ങൾ ആശയങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കാലനൂറ്റാണ്ട് മുമ്പ് ലോകം അറിയപ്പെടുന്ന മഹാത്മാവ് പറഞ്ഞത് പരമസത്യമാണ്. ഇന്ന് ലോകത്ത് ശാന്തി സമാധാനം എത്തിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഇത്രയും ആത്മീയവും ഭൗതികമായ മേഖലകളിൽ നമുക്ക് ഉപദേശങ്ങൾ വന്നിട്ടുള്ള ആ തത്വദർശനം നൽകിയിട്ടുള്ള ഒരു ഗുരുദേവനിൽ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ മറ്റ് മതങ്ങളെല്ലാം പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഏതായാലും ആ ഒരു തത്വദർശനം ലോകമൊട്ടാകെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് 2-3 വർഷങ്ങളായിട്ട് ശിവഗിരി മഠം ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. റോമിൽ വത്തിക്കാനിലെ പോപ്പിനെ കാണാൻ പോകുമ്പോൾ എനിക്ക് സ്വാമിയുടെ കൂടെ പോകാനുള്ള ഭാഗ്യമുണ്ടായി. അതേപോലെ തന്നെ പാർലമെന്റിൽ ഇവിടുത്തെ ഡൽഹിയിലെ പ്രൈം മിനിസ്റ്റർ പങ്കെടുത്ത പരിപാടിയിലും അവിടുത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ അങ്ങനെ പല പരിപാടികളും
ചെയ്ത പ്രഭാഷണം അത്യുജ്വലമായിരുന്നു. ഒരു വള്ളി പുള്ളി തെറ്റില്ലാതെ ആ ആശയത്തെ മാത്രം സംഗ്രഹിച്ച് ഇത്രയും ക്യാപ്സ്യൂൾ പരുവത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് അഭിമാനം തോന്നി. പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ പോലും സ്വാമി അവിടെ അവതരിപ്പിക്കുമ്പോൾ ആ എണ്ണിപ്പറക്കിയ അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, സെൻറ്റൻസ് കൊണ്ട് ഒരു മായ ജാലം സ്വാമി അവിടെ സൃഷ്ടിച്ചു. ഞാൻ അത്ഭുതപ്പെട്ട് നോക്കി നിന്നുപോയി. ഞാനത് സ്വാമിയുടെ സത്യം പറയില്ലേ, സത്യമാണ് പറയുന്നത്. ആ പ്രൈം മിനിസ്റ്റർ അത് കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ വളരെയധികം അതിൽ സന്തുഷ്ടനാക്കുകയും ചെയ്തു എന്നുള്ളത് പിന്നീടുള്ള അവരുടെ സ്വന്തം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ഏതായാലും പലപ്പോഴും ഗുരുദേവ ദർശനം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള സന്യാസിമാർ ചുരുക്കമാണെന്ന് ഞാൻ കരുതുന്നത്. ഇനിയും ലോകരാജ്യങ്ങളിലൊക്കെ, ഓസ്ട്രേലിയയിലൊക്കെ പോയാൽ എല്ലാവർക്കും അറിയാൻ നടക്കുന്നില്ല. ലോകരാജ്യങ്ങളിലൊക്കെ ഈ നമ്മുടെ ഗുരുവിൻ്റെ ആ ദർശനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. അതിനുള്ള ആരോഗ്യവും ആയുസ്സും സർവൈശ്വര്യങ്ങളും നമ്മുടെ സച്ചാനന്ദ സ്വാമികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ ആശംസ അറിയിക്കൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി കേക്ക് മുറിക്കൽ കർമ്മമാണ്. ആ കർമ്മം ഇവിടെ നടക്കും. ഒപ്പം പ്രസംഗവും തുടരും. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിലേക്ക് വേണമെന്ന് അറിയിക്കുന്നു. കേക്ക് മുറിക്കുന്നതിന് ഞാൻ പന്തലസാറിനെ ക്ഷണിക്കുന്നവരെല്ലാം സംസാരിക്കുന്നതാണ്. കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇരുന്നാൽ മതിയാകും. നിങ്ങളുടെ അടുത്ത് കേക്ക് മുറിച്ച് അവിടെ കൊണ്ടുതരും. അവിടെ ഇരിക്കുക, സീറ്റ് തന്നെ ഇരുന്നാൽ മതിയാകും. ഇങ്ങോട്ട് വരണ്ട. കേക്ക് നമുക്ക് സ്വസ്ഥാനത്ത് തന്നെ ലഭിക്കുന്നതാണ്. കൊണ്ടിരിക്കുക. പ്രസംഗം തുടരുന്നു. പത്തിന് സാറ് തുടരുന്നു. സ്വാമിജി വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ടനാണ്. ദീർഘമായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ഒരു വാക്ക് ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഗുരുദേവന്റെ വിശ്വമാനവീയ ദർശനം ഒരു പക്ഷേ ഉത്തര ധ്രുവത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുകയും ആ മഞ്ഞ് മൂടിക്കിടന്ന വിശ്വമാനവീയ ദർശനത്തെ ഭൂമധ്യരേഖയിലേക്ക് സച്ചിദാനന്ദ സ്വാമി ചലിപ്പിച്ചു. എന്നാൽ ഭൂമധ്യരേഖയിൽ കൂടിയത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദർശനം ഇന്ന് വിശ്വം കൊണ്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് സൂചിക്കുവാനുള്ള ഒരേ ഒരു കാര്യം, ഇന്ന് വരെ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ വിസ്മരിച്ചു പോയ ഒരു കാര്യം ശ്രീമദ് സച്ചിദാനന്ദ സ്വാമി നിറവേറ്റണം എന്നൊരു അഭ്യർത്ഥനയാണ്. ഗുരുദേവന്റെ സമ്പൂർണ്ണ ജീവചരിത്രം ഒരിക്കൽ കൂടി സ്വാമി നേതൃത്വം ഏറ്റെടുത്ത് വിട്ടുപോയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് സ്വാമിജിയുടെ സപ്തതിയുടെ ആഘോഷവേളയിൽ ആ പുസ്തകം പ്രകാശനം ചെയ്യുവാണെന്ന് മാത്രമല്ല അഭ്യർത്ഥനമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീനാരായണ കോൺഫർമേഷൻ ശ്രീ CN ബാബു അവരുടെ
ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ഓംകാർജി ശ്രീ ഷാജികുമാർ ഷായിസാർ കൊല്ലം ജില്ലയുടെ ദുരന്ത പ്രവർത്തന സഭ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഷായിസാറിന്റെ 2 വാർത്തയായി സംസാരിക്കും. എൻ്റെ പേര് ഷാജികുമാർ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി. സച്ചിദാനന്ദ സ്വാമികൾക്ക് ദീർഘായുസ് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 10,200 പരം പ്രഭാഷണങ്ങൾ, 438 മഹാധ്യാനങ്ങൾ, 75 പരം ഗ്രന്ഥങ്ങൾ, അങ്ങനെ സ്വാമിജി അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ശിവഗിരിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന ധർമ്മസംഘം പ്രസിഡന്റ് കൂടിയാണ്. എനിക്കൊരു പ്രത്യേക അഭിപ്രായമുണ്ട്. ഗുരുധർമ്മ പ്രചരണം ലോകമെമ്പാടും നടത്തുന്ന സ്വാമിജികളെ ഗുരുധർമ്മ പ്രചരണ സഭയും വിവിധ SNDP സ്ഥാപനങ്ങളും ജില്ലാ തലത്തിൽ ആദരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അടുത്തതായിട്ടുള്ള ഒരാഗ്രഹം, ഇവിടെ എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശ്രീനാരായണീയരുടെ ആഗ്രഹം എന്ന നിലയിൽ നമ്മുടെ സ്വാമിജിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സ്വന്തം ഒരു കവിത ചൊല്ലുന്നു. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭഗവാൻ ശ്രീനാരായണ വിദ്യാലയത്തെ 57ാം തിരുവയസ്സിൽ മഹാകവി കുമാരനാശാൻ രചിച്ച സ്വാമി തിരുനാൾ മംഗളം എന്ന കൃതിയാണ് ഈയുള്ളവരിലൂടെ ആലപിക്കുന്നത്. പാരം പ്രമോദകര ജന്മദിനോത്സവത്തിൽ ചാരത്തിലെത്തിഹനങ്ങളഹോ മഹേശ, ഈ 6 വർഷ ദശകം സസുഖം ജയിക്ക, നാരായണാഖ്യ ഗുരുവിൻ മഹിമേ മഹാത്മാ. പാരം പ്രമോദകര ജന്മദിനോത്സവത്തിൽ ചാരത്തിലെത്തിഹനങ്ങളഹോ മഹേശ, ഈ 6 വർഷ ദശകം സസുഖം ജയിക്ക, നാരായണാഖ്യ ഗുരുവിൻ മഹിമേ മഹാത്മാ. മന്നും ചരാചരവും അമ്പരവും ചമച്ച് മിന്നും കരാമ്പുജമിടുന്ന മഹാകൃപാന്തേ, നിന്നെ ജഗന്മയ തിരഞ്ഞറിയാബുധന്മാർ, പിന്നെ ഭജിച്ചിടുവതെങ്ങനെ പാമരന്മാർ. എന്നാകിലും മലരിൽ മക്ഷിക പോൽ ഭവാനിൽ വന്നാശ്വസിപ്പതിനെഴും തൃഷമത്യനോർത്താൽ, എന്നാൽ ജഗൽഭ്രമമകർണിക ദേവനിൽക്കാൽ ഒന്നാശ്രയിപ്പവരെയാര് നമസ്കരിക്ക. സ്വാമി സ്വയം സ്വമത സംസ്കരണത്തിനായും ഈ മന്ദഭാഗ്യരുടെ ഉദ്ധരണത്തിനായും ഭീമം മഹാവ്രതമെടുത്ത മഹാനുഭാവന്റെ സംഗമിങ്ങൾ നയിക്കും ശാശ്വതനീശ്വരൻ താൻ. ആരന്ധകാര നിരനീക്കി നമുക്ക് ബോധമാരബ്ധമാവതിനെ പൊങ്ങിയ മസ്കരൻ പോൽ, ആരാ പവിത്രൈക ഭൂമി മഹാമഹാൻ. അന്നാരായണാഖ്യ ഗുരു വാഴുക വാഴുകെന്നും. ആരന്ധകാര നിരനീക്കി നമുക്ക് ബോധമാരബ്ധമാവതിനെ പൊങ്ങിയ മസ്കരൻ പോൽ, ആരാ പവിത്രൈക ഭൂമി മഹാ
അടുത്തതായി ശ്രീ സുരാഗ് ബാബു മൂത്തകുന്ന് അവരുടെ ക്ഷണിക്കുകയാണ് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ അടുത്തതായി കുറിച്ചി സദൻ സാറിൻ്റെ ഒരു ജന്മദിന സന്ദേശം നമുക്ക് ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി രഘ്ന അവരുടെ ക്ഷണിക്കുകയാണ്. ഗുരുദേവ ചരണാശ്രമം ശിവഗിരി മഠത്തിന്റെ ദീർഘകാലത്തെ സഹകാരി ഗുരുധർമ്മ പ്രചരണ സഭയുടെ സജീവ പ്രവർത്തകരും പല നിലകളിൽ ഭാരഭാഗിത്വം വഹിച്ചിരുന്നതുമായ ശ്രീ കുറിച്ചി സദൻ അവാർഡ് സച്ചിദാനന്ദ സ്വാമിയുടെ 68ാം ജന്മദിനത്തിൽ അറിയിച്ച ആശംസയാണ് ഞാനിവിടെ വായിക്കുന്നത്. ദിവ്യ പ്രബോധനകാരൻ ആചാര്യൻ ഭവ്യൻ ശ്രീനാരായണ സന്ധ്യാരാമ ബാലകൻ സൗമ്യൻ സർവാദരണീയൻ ആരാധ്യൻ സ്വാമി സച്ചിദാനന്ദ സാധനം നേരുന്നു. സർവോത്കർഷം വാഴാൻ തിരുനാൾ ആശംസകൾ. നന്ദി, നമസ്കാരം. ഏറ്റവും ആദരണീയനായ സച്ചിദാനന്ദ സ്വാമികൾ, മറ്റു വേദിയിലെ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ചാലക്കുടി എന്ന നാടും ചാലക്കുടിയുടെ പൊതുസമൂഹവും എക്കാലത്തും ആദരവോടുകൂടി കാണുന്ന ഏറ്റവും ബഹുമാന്യനായ വ്യക്തിത്വത്തിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണാനും ജാതിക്കും മതത്തിനും മറ്റു വിഭാഗീയ ചിന്തകൾക്കൊക്കെ അതീതമായി ഈ നാട് ഒന്നാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ സച്ചിദാനന്ദ സ്വാമികളുടെ പിറന്നാൾ എല്ലാ വർഷവും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും സവിശേഷതയുള്ള ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ നാട് നൽകുന്ന ആദരവ് കൂടിയാണ് ഈ പിറന്നാൾ ആഘോഷം. കൂടുതൽ കാലം ദീർഘായുസ്സോടുകൂടി നമ്മുടെയൊക്കെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയും എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സ്നേഹാഭിസംബന്ധരായ ഗുരുദേവ ഭക്തരെ, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. ഗുരുപൂജ നമ്മുടെ ആശ്രമത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് ഗുരുപൂജയാണ്. ഗുരുപൂജയോടൊപ്പം ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും ഭക്ഷണം, ഗുരുപൂജ നേരിട്ട് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ആശ്രമത്തിൽ ചെന്ന പേര് നാളെ കൊടുക്കണമെങ്കിൽ പ്രത്യേകം അറിയിക്കും. സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ദിവസം വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വന്നതെന്ന് പറയാം. കാരണം ഡിസംബർ മാസം 1-ാം തീയതി വളരെ വർഷങ്ങളായി സച്ചിദാനന്ദ സ്വാമിയുടെ ജന്മദിനം ചാലക്കുടി നിവാസികൾ ഒരു ആശ്രമത്തിൽ വെച്ച് നടത്തി കൊടുക്കുകയാണ്. 3-ാം തീയതി മംഗലാപുരത്ത്
മംഗലാപുരം യൂണിവേഴ്സിറ്റി ശിവഗിരി മഠവുമായി സഹകരിച്ചുകൊണ്ട് വലിയ ഒരു സമ്മേളനം 15,000 ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനം ഈ മംഗലാപുരത്ത് നടത്തി. ഞാനതിൽ പോയി അധ്യക്ഷത വഹിക്കേണ്ടതാണ്. അതുകൊണ്ട് 3-ാം തീയതി എന്നുള്ള ആ ആഘോഷ പരിപാടി ഈ 1-ാം തീയതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തി കൊണ്ടും ഗുരുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സന്യാസി എന്ന നിലയിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളെല്ലാവരും വന്നു ചേർന്നതിൽ എനിക്കുള്ള സന്തോഷം എത്ര വലുതാണ് എന്ന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കും. ഈ സമ്മേളനം സംഘാടനം ചെയ്ത ശ്രീ നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു 10-50 വർഷമായി ചേർക്കുന്നതാണ്. ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റായും ഏറ്റവും പ്രായം കുറഞ്ഞ SNDP യോഗ കൗൺസിലറായും പിന്നെ എൻസൈക്ലോപീഡിയയുടെ എഡിറ്ററായും കേരള കൗമുദിയുടെ സമ്പൂർണ്ണ ചരിത്രം എഴുതിയും ഗുരുദേവന്റെ ജീവിത ചരിത്രം എഴുതിയും ഇപ്പൊ ശിവഗിരി മഠത്തിന്റെ മുഖപത്രമായ ശിവഗിരി മാസികയിൽ എഡിറ്ററായി ഇന്ന് സേവനം ചെയ്യുന്ന നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ചന്ദ്രൻ കൊട്ടാപ്പള്ളി, ഞാൻ ചാലക്കുടിയിൽ വന്ന കാലം തൊട്ട് എൻ്റെ അടുത്ത് വരികയും ഗുരുവിനെ കുറിച്ചും പ്രസ്ഥാനത്തെക്കുറിച്ചും സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞാനും ബൈക്കിലും സൈക്കിളിലും ഓട്ടോറിക്ഷയിലും ബസ്സിൽ തൂങ്ങിപ്പിടിച്ചും നടന്നും ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് ചെയ്തിട്ടുള്ള ഗുരുദേവ സന്ദേശ പ്രചരണം, ആ ഒരു പാതയെ അനുധാവനം ചെയ്തുകൊണ്ട് യൂണിയന്റെ പ്രസിഡന്റായി ശ്രീ ചന്ദ്രൻ കൊട്ടാപ്പള്ളി സേവനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചതുകൊണ്ടാണ് ഈ ഹാളിൽ വെച്ച് തന്നെ ഈ സമ്മേളനം നടത്തുവാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ സുരാജ് സാറ് ഡോക്ടർ ഗീതാ സേവനി നമ്മളുടെ അനിതാ ശങ്കർ ഇതിനൊക്കെ പരിചയപ്പെടുത്തിയതാണ്. അനിതാ ശങ്കർ ടീച്ചറുമായിട്ട് എനിക്കൊരു 10-25 വർഷത്തെ പഴക്കം. ശിവഗിരിയിലെ മഠത്തിൻ്റെ പോഷക സംഘടനയായി സ്ത്രീകളുടെ സംഘടന, അപ്പോൾ അതിന് ചെയർപേഴ്സണായി ഞങ്ങൾ കണ്ടെത്തിയത് അനിതാ ശങ്കർ ചെയ്ത സേവനം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സുരാജ് സാർ പറഞ്ഞതുപോലെ അനർഗളമായി ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും എഴുതാനും ഒക്കെയുള്ള ചാതുര്യമുള്ള ആളാണ് ടീച്ചർ. എൻ്റെ പല ലേഖനങ്ങളും എനിക്കത്ര ഇംഗ്ലീഷ് പോരാ, അല്പസ്വല്പമൊന്നും പറയാം, അല്പസ്വല്പമൊക്കെ എഴുതാമെന്നുള്ളതല്ലാതെ എനിക്ക് ഇംഗ്ലീഷിൽ വലിയ പാണ്ഡിത്യം. അവയും ഞാൻ ഗുരുദേവനെ കുറിച്ച് എഴുതിയിട്ടുള്ള പല ലേഖനങ്ങളും ഇംഗ്ലീഷിലായി തർജ്ജമ ചെയ്യാനും അത് ഓസ്ട്രേലിയയിലും അതുപോലെ മറ്റ് പല രാജ്യങ്ങളിൽ അവതരിപ്പിക്കുവാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ടീച്ചർ. ടീച്ചർ വന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷം. അതുപോലെ ശ്രീ ജേക്കബ് പടക്കഞ്ചേരി, അദ്ദേഹം പ്രകൃതി ചികിത്സകൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശാരീരികമായ കുറേ അസ്വാസ്ഥ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, സ്വാമി എനിക്ക് വിട്ടുതരണം ഒരാഴ്ച കാലം എൻ്റെ ആശുപത്രിയിൽ വന്ന് സ്വാമിയെ ചികിത്സ നടത്തണം, പ്രകൃതി ചികിത്സ നടത്തണം. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആഹാരമൊന്നും കഴിക്കാതെ കഴിയാം, പച്ചക്കറിയും മറ്റു കാര്യങ്ങളും. ഏറ്റവും അവസാനം എൻ്റെ ശിഷ്യയായ ഗുരുദർശന രഹന സ്വാമി പോയേ പറ്റും എന്നുള്ള നിർബന്ധം എടുത്തു കഴിഞ്ഞപ്പോൾ വടക്കഞ്ചേരി ഡോക്ടർ അങ്ങോട്ട് സ്വാഗതം ചെയ്ത് ഞാൻ അവിടെ പോയി ഒരാഴ്ച കാലം തന്നെ താമസിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറേയേറെ ആരോഗ്യവാനായി ഇരിക്കുന്നതിൽ ഒരു കാരണം വടക്കഞ്ചേരിയുടെ സഹകരണങ്ങൾ സാധിക്കുന്നത്. കേക്ക് തുറന്നതിന് വഴക്കമുണ്ട്. അതുപോലെ നമ്മുടെ ഈ ശശി ഗോവ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ
അദ്ദേഹം ഗോവയിൽ നിന്ന് മണ്ണ് ചേർന്നതിനുള്ള വലിയ സന്തോഷം. ഇതിനപ്പുറത്തിരിക്കുന്ന KN ഭദ്രൻ, ഞാൻ ശിവഗിരി വിട്ടു കഴിഞ്ഞാൽ, ചാലക്കുടി ഗായത്രി ആശ്രമം വിട്ടു കഴിഞ്ഞാൽ രണ്ടാമതുള്ള ഒരു വീട് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഭവനം. എത്രയോ വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി സ്ഥിരമായി താമസിക്കാൻ. അത് എത്ര പ്രാവശ്യം എന്ന് പറയാൻ സാധിക്കില്ല. അത്രയേറെ ശിവഗിരിയോടും സന്യാസിമാരോടും സഹകരണം പുലർത്തുന്നയാളാണ് ശ്രീ KN ഭദ്രൻ. അതിനപ്പുറത്തിരിക്കുന്നത് നമ്മളുടെ സന്തോഷം. അദ്ദേഹം വർക്കലയല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഫൈനാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അമ്മ ഫൈനാൻസിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം ഗുരുദേവനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു 4-5 ലക്ഷം രൂപ ചെലവാകും. യാതൊരു വൈമനസ്യം കൂടാതെ 50,000 രൂപയുടെ വിധേയത്വം ആ പുസ്തകം പ്രസാദനം ചെയ്യാൻ അതിന് സഹകരിച്ച ആളാണ് ശ്രീ ബാബു അവർ. അതുപോലെ ഈ സദസ്സിലിരിക്കൊണ്ട് മാധുരി, കലാമണ്ഡലം മാധുരി ഡൽഹിയിൽ വന്ന് ഗുരുദേവന്റെ കൃതി നൃത്തമായി അവതരിപ്പിച്ചു. ആ മാധുരിക്ക് ശിവഗിരിയോടും ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയോടും പ്രത്യേകിച്ച് എന്നോടുമുള്ള സ്നേഹം കൊണ്ട് ഇന്ന് 68ാമത്തെ ജന്മദിനമാണ്. 68 താമരപ്പൂക്കളടങ്ങിയ മാലയാണ് കൊണ്ടുവന്നത്. അപ്പം അവരുടെയൊക്കെ ആ ശിഷ്ടാന്തിയും ശ്രദ്ധയും വളരെ വളരെ വലുതാണ്. ചാലക്കുടിയിലെ SNDP യൂണിയനും ഗുരുദേവ ഭക്തരും, ചാലക്കുടിയിലുള്ള ഉത്തമ പ്രചരണ സഭയുടെ പ്രവർത്തകർ, ഈ വേദിയിൽ വന്ന് പ്രസംഗിച്ച കൊല്ലം ജില്ലാ സെക്രട്ടറി, അതുപോലെ ഈ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഗിരീഷ് തുടങ്ങി ഗുരുതമ പ്രചരണ സഭയുടെ ഓരോ പ്രവർത്തകരും ശിബിരി മഠത്തോടും സന്യാസത്തോടും കാട്ടുന്ന അനൽപമായ സ്നേഹത്തിന് നന്ദി പറയുവാൻ വേണ്ടി വാക്കുകൾ. ഇപ്പം എൻ്റെ മുമ്പിൽ നിന്ന് ഇതെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്ന ജോജി, ഗായത്രി ആശ്രമം വാർഡ്, ആശ്രമത്തിൻ്റെ കാര്യത്തിലാണ് വാർഡ് അറിയപ്പെടുന്നത്. ആ ഗായത്രി ആശ്രമം വാർഡിലെ മെമ്പറായിരുന്നുകൊണ്ട് ആശ്രമത്തിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. അതുപോലെ സദസ്സിൽ നമ്മുടെ AK ജയരാജ് ഇരിപ്പുണ്ട്. ഞാൻ ചാലക്കുടിയിൽ വന്ന കാലം തൊട്ട് തന്നെ എൻ്റെ ഒരു ആത്മസുഹൃത്തായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു പോയത്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സജിയാണ്. സജിയോട് എത്രയേറെ സന്തോഷപ്പെടുന്നതിന് മതിയാകും. അതുപോലെ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ AK സുഗതചേട്ടൻ്റെ പ്രശ്നയിൽ അദ്ദേഹം ആശ്രമത്തിൻ്റെ ബന്ധുവായിരുന്നുകൊണ്ട് വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാബുരാജാകട്ടെ കൊല്ലം ഞാൻ എഴുതിയ നിരവധി പുസ്തകങ്ങൾ വിലയ്ക്ക് വാങ്ങി സൗജന്യമായി കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു 10,000-50,000 രൂപയുടെ എന്തെങ്കിലും പുസ്തകം വാങ്ങി സൗജന്യമാണ് വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും അദ്ദേഹം ഞാൻ പോയ മീറ്റിംഗിൽ വെച്ച് ഞാൻ എഴുതിയ അനവധി പുസ്തകങ്ങളോടെ സൗജന്യമായി വിതരണം ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി ബുക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അത് കുട്ടികൾക്കാണ് അദ്ദേഹം കൊടുക്കുമ്പോൾ കൂടുതൽ താല്പര്യപ്പെട്ടിട്ടുണ്ട്. പേരാമ്പ്രയിൽ വെച്ച് നടക്കുന്ന കൺവെൻഷനിൽ കുട്ടികൾക്കായി മത്സരം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായി സൗജന്യമായി പുസ്തകം. ഇവിടെ കൂടിയിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ കൈകളിൽ ഒരു പുസ്തകമെങ്കിലും ഉണ്ടായിരിക്കും. ആശ്രമത്തിൻ്റെ വരാന്തയിൽ, ആശ്രമത്തിൻ്റെ അല്ല, നമ്മുടെ നാടിൻ്റെ വെളിയിലെ പുസ്തക സ്റ്റാറുണ്ട്. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ മിക്കവാറും അവിടെ ഉണ്ട്. ഏതാണ്ടൊരു 10-70ഓളം പുസ്തകങ്ങൾ എഴുതാനുള്ള ഗുരുദേവ കാരുണ്യം അനുഗ്രഹം. ഏറ്റവും അവസാനം എഴുതിയ പുസ്തകമാണ് ശ്രീനാരായണ ധർമ്മ തീർത്ഥം. ആ പുസ്തകം വായിക്കുന്നതൊക്കെ പറഞ്ഞു, ഇതുപോലൊരു പുസ്തകം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഈ ഇരിക്കുന്ന നെടുങ്കണ്ടം ഗോപാലകൃഷ്ണനൊക്കെ എല്ലാവരും പറയാതെ. അതെ, ആ പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. 500 രൂപ വിലയാണ്. നമുക്ക് 100 രൂപ കുറച്ച് 400 രൂപയ്ക്ക് ഇവിടുന്ന് വാങ്ങാം. നിങ്ങളുടെയൊക്കെ കൈകളിൽ അതെല്ലാം ഉണ്ടാകണം. അതല്ലെങ്കിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഗുരുദേവനെ കുറിച്ചുണ്ട്. ഇതൊക്കെ വാങ്ങി വായിച്ച്
പാത്രീഭൂതരാണെന്ന് നിങ്ങളെ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഗുരുദേവ സന്ദേശ പ്രചരണം എൻ്റെ ബാല്യ പതുക്കെ ഞാൻ ആരംഭിച്ചത്. എൻ്റെ ഓർമ്മ 2-3 വയസ്സുള്ളപ്പോൾ ഞാൻ ഇതിന് നാരായണത്തെ ചൊല്ലുന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയും ശ്രീനാരായണ ഗുരുവിൽ സമർപ്പണം ചെയ്യപ്പെട്ടത് ഓം നമോ നാരായണായ എന്ന മന്ത്രം ഈ ലോകമെമ്പാടും മുഴങ്ങുന്നു. ആ മുഴങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ ഞാൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നിലെനിക്ക് സ്വാധീനം ചെലുത്തിയത് എൻ്റെ അമ്മയാണ്. അമ്മ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഓം നമോ നാരായണ ചൊല്ലും. ഞങ്ങൾ 7 മക്കളാണ്. ഞങ്ങളെല്ലാവരും ബഹളം വെക്കും. വേറെ ജോലിയൊന്നും എടുത്ത് അമ്മയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല. വെളുപ്പിനെ 4 മണിക്ക് നാമം ചൊല്ലുക. പക്ഷെ ആ നാമം കേട്ട് വളർന്നപ്പോൾ ഇന്ന് ആ നാമം ലോകമൊട്ടാകും. എൻ്റെ അച്ഛൻ ഗുരുദേവന്റെ കൃതികളും കുമാരനാശാന്റെ കൃതികളും മിക്കവാറും മനഃപ്പാഠമാക്കിയതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ പറയും, ഈ സ്കൂളിലെ പാഠങ്ങളൊന്നും കൂടുതൽ പഠിച്ചില്ലെങ്കിലും കുമാരനാശാന്റെ കവിത പഠിച്ചാൽ. ഞാനിന്ന് പ്രസംഗിക്കുമ്പോൾ കൂടുതൽ ഉദ്ധരിക്കാറുള്ളത് കുമാരനാശാന്റെ കവിതയാണ്. അതിന് നിദാനമായത് എൻ്റെ അച്ഛൻ. സ്കൂളിലെ പാഠ്യപദ്ധതിയിലുള്ള പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സമയം വരുമ്പോൾ വീട്ടിൽ സാഹിത്യ സദസ്സുണ്ടാവും. അച്ഛൻ എന്നോട് പറയും, കണ്ടാലഭിക്ഷ വായിക്കുക, സീത വായിക്കുക, നളിനി വായിക്കുക. സ്കൂളിലെ പാഠങ്ങൾ അളവ് വെച്ച് നീ ഇത് വായിക്കുക. അങ്ങനെ വായിച്ച് പഠിച്ചു വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാനിന്ന് എന്നെക്കുറിച്ച് നല്ല പ്രഭാഷകനാണെന്ന് പലകാലവും പറഞ്ഞു. ആ പ്രഭാഷണത്തിന് നിദാനമായിരുന്ന വാസ്തവത്തിൽ എൻ്റെ അച്ഛൻ എനിക്ക് കിട്ടിയ സ്വാധീനവും കുമാരനാശാന്റെ കവിതയും. അതുപോലെ ഞാനീ പ്രസംഗം പറഞ്ഞാൽ ഒരു 10,000-ലേറെ പ്രസംഗിച്ചു. ഒരു വർഷം മുഴുവൻ പ്രസംഗിച്ചാൽ 350 പ്രസംഗമേ ആകും. ഒരു വർഷം 1 ദിവസം പുറനാട പ്രസംഗിച്ചു. 10 വർഷം 1 വർഷം ദിവസവും പുറനാട പ്രസംഗിച്ചാൽ 3000 പ്രസംഗം. ഞാൻ ഈ 40 വർഷം കൊണ്ട് 10,000 സ്വപ്നം പ്രസംഗിച്ചു. അത് കേരളത്തിലും ഇന്ത്യയുടെ മഹാഭാരതത്തിലും ഇന്ത്യക്ക് വെളിയിൽ നിരവധി രാജ്യങ്ങളിലുമായി ശ്രദ്ധിച്ചാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പോയി പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം ആത്മീയ ജീവിതം നയിക്കുന്ന ആയിരങ്ങളുണ്ടായി. ഗുരുദേവനെ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വലിയ സമൂഹം. ഇന്നും ശാരീരികമായ നഷ്ടങ്ങൾ മറന്നുകൊണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ ഗുരുദേവ സേവ ചെയ്യുന്നു. അതിൻ്റെ കടമയും കർത്തവ്യം. നാം എല്ലാവരും ഇങ്ങനെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുവാൻ നമുക്ക് ഇവിടെ സാഹചര്യം ഒരുക്കിയത് സച്ചിദാനന്ദ സ്വാമി അല്ല, എൻ്റെ ഗുരുനാഥനായ ഗീതാനന്ദ സ്വാമി. ഗീതാനന്ദ സ്വാമിയുടെ ഗായത്രി ആശ്രമം സ്ഥാപിച്ച് 1990 മുതൽ ഞാൻ ഇവിടെ താമസിക്കുന്നു. ആ സ്വാമിയുടെ ആശ്രമം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ താമസിച്ച് നിങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. ആശ്രമം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സിയാർ കേശവയിലും KD ബാലനും മാത്യു ബാലനും അടക്കമുള്ള മഹത്വങ്ങൾ ഇന്ന് അവരിൽ ആശ്രമത്തിൻ്റെ ട്രസ്റ്റിമാരിൽ 2 പേരെ വിരിച്ചിരിക്കുള്ളൂ. ഒന്ന് ശ്രീ ഓങ്കാറും 2 അവിടെ ഇരിക്കൊണ്ട് VP സുഗുണൻ. ആശ്രമത്തിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതിക്കും വേണ്ടി അവരൊക്കെ ചെയ്തു പോരുന്ന സേവനം വളരെ വലുത്. അതുപോലെ ശ്രീ മോഹൻ ഡീപ്പ് ഞങ്ങൾ പേരാമ്പ്രയിൽ 8 ഏക്കർ സ്ഥലം ഇവിടെ താമസിച്ചുകൊണ്ട് വാങ്ങി ശ്രീനാരായണ ഗുരുജീവിതത്തിൻ്റെ മഠം സ്ഥാപിച്ചു. ആ ഭൂമി കണ്ടെത്തുന്നതിനും അത് രജിസ്റ്റർ ചെയ്യുന്നതിനും ഒക്കെ നേതൃത്വം നൽകിയത് നമ്മളുടെ മോഹൻ. തൃശ്ശൂർ ജില്ലയിലെ നിരവധി ഭക്തന്മാർ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് 8 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് ശ്രീനാരായണ ഗുരുജീവിതത്തിൻ്റെ മഠം സ്ഥാപിച്ചത്. ആ മഠത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അത് വേണ്ടവണ്ണമായിട്ടില്ല, പക്ഷെ നിർവഹിക്കാൻ സാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈ നെല്ലിന്
നേരിടുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് ഓരോരുത്തർക്കും പേര് ഞാൻ പറയാൻ നമ്മുടെ സമയം വളരെ മുന്നോട്ട് പോകും. ഈ ഹരിതരങ്ങൾ ഈ ആയിരിക്കുന്ന അനന്തപ്രസാദ് എല്ലാ വർഷവും ഉണ്ണിയപ്പോഴും ഇന്നും ഉണ്ണിയപ്പോഴും ഉണ്ണിയപ്പോൾ മാത്രമല്ല എനിക്ക് ആവശ്യമായ മരുന്നുണ്ട് ആയുർവേദം. അങ്ങനെ എല്ലാ രൂപത്തിലും സഹകാരികളായിരിക്കുന്ന നിങ്ങളോടെല്ലാം വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഇതെല്ലാം വീഡിയോയിൽ വളർത്തിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു എഡിറ്റ് ചെയ്തിട്ട് സച്ചിദാനന്ദ സ്വാമിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഫിലിമാണ്. ഞാൻ പറഞ്ഞതിന് കാരണക്കാരനായിട്ട് നീ ഷിനുവാണ്, ഗുരുപ്രിയ ദേവിയുടെ ആളാണ്. ഞാൻ ചിന്നോട് പറഞ്ഞു എന്നെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി വേണം, സ്വാമി നിർബന്ധമായും വേണം. കാരണം സ്വാമി ചെയ്തു പോയതിൻ്റെ സേവനം ലോകമറിയണം, നിർബന്ധമായും വേണം എന്ന് നിർബന്ധ ബുദ്ധി ഷിനു എടുത്തതിൻ്റെ പേരിലാണ് ഈ ഡോക്യുമെന്ററി ഫിലിമുണ്ടായത്. അതിന് വെച്ച് ആരംഭം കുറിച്ചിരിക്കും. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് സർക്കാരികളായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളോടെല്ലാവർക്കുമുള്ള സന്തോഷം വാക്കുകൾക്കെല്ലാം അതീതം. ഇവിടെ ഗുരുദർശന രചന ഇരിപ്പുണ്ട്. ഗുരുദർശന രചന എൻ്റെ സൃഷ്ടിയാണ്. ഞാൻ എഴുതുന്ന പുസ്തകങ്ങൾ ഞാൻ ശിവഗിരിയിൽ ഇരുന്നുകൊണ്ട് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കും. രചന എത്ര എഴുതുക, ഇന്ന പുസ്തകത്തിൽ നിന്ന് ഇത്ര ഭാഗം എടുത്ത് ഉദ്ധരിക്കുക. ആ പുസ്തകങ്ങൾ വായിച്ച് നല്ല പരിചയമുള്ള ഒരാൾക്ക് അങ്ങനെ ഉദ്ധരിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ സ്വാമി ധർമ്മദത്തന്റെ ജീവചരിത്രമടക്കം ഈ അടുത്ത കാലത്ത് ഞാൻ എഴുതിയ പല പുസ്തകങ്ങളും ഞാൻ ശിവഗിരിയിൽ ഇരുന്നുകൊണ്ട് ഫോണിൽ കൂടെ അല്ലെങ്കിൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒക്കെ ഫോണിൽ കൂടെ അങ്ങനെ ഫോണിൽ കൂടെ ഈ ടീച്ചർക്ക് പറഞ്ഞു കൊടുത്ത പ്രസംഗം ഈ ടീച്ചർ ഇംഗ്ലീഷിലാക്കി. അങ്ങനെയാണ് ഗുരുവിന്റെ കാര്യത്തിന് അനുഗ്രഹത്തിന്റെ പുസ്തകങ്ങൾക്ക് രചിക്കാനും ഒക്കെ സാധിച്ചത്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഹനത്തിന്റെ ഒരു പുസ്തകം തയ്യാറാക്കി. അതെന്തെന്ന് ചോദിച്ചാൽ ഗുരുദേവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചെല്ലാം ഞാൻ ലേഖനങ്ങൾ ഉണ്ടാകും. ഗുരുദേവന്റെ അരിവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി, ബോധാനന്ദ സ്വാമിയുടെ ശതാബ്ദി തുടങ്ങി ശാരദാമഠത്തിന്റെ ശതാബ്ദി, ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി തുടങ്ങിയ എല്ലാ ശതാബ്ദികളും ഗുരുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഞാൻ എഴുതിയ ലേഖനങ്ങൾ പത്രമാസികകളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. ആ പത്രമാസികകൾ തിരഞ്ഞ് ആ ലേഖനങ്ങളൊക്കെ കണ്ടെത്തി രചന ഒരു പുസ്തകമാക്കി. അതാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അത് വലിയ ശ്രമം ചെയ്തു ഇന്ന് എല്ലാവർക്കും വിൽപ്പനയ്ക്ക് നൽകണം, പക്ഷെ സാധിച്ചില്ലെന്നുമാണ്. അപ്പോൾ ഗുരുവിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു പോരുന്ന രചന തുടങ്ങി. ശിവഗിരിയിലെ ഞാൻ സന്യാസം നൽകിയ ശിഷ്യന്മാരുണ്ട്, അതുപോലെ ശിവഗിരിയിലെ മറ്റ് സഹായങ്ങളുണ്ട്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്, ഖജാൻജി ശാരദാസ്വാമിയുണ്ട്, മറ്റ് സന്യാസിമാരെല്ലാം ഉണ്ട്. അവരുടെ എല്ലാം സഹായത്തോടുകൂടിയാണ് വത്തിക്കാനിലും അതുപോലെ ലണ്ടനിലും ഫിജിയിലും നമ്മുടെ ഓസ്ട്രേലിയയിലും അതുപോലെ ബ്രിട്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പോയി സഞ്ചരിച്ച് ഈ സമ്മേളന പരമ്പരകളൊക്കെ നടത്തുവാൻ നിദാനമായത് ശിവഗിരിയിലെ എൻ്റെ സന്യാസി സഹോദരന്മാർ. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ജനസമൂഹം നിങ്ങളെല്ലാം ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും മറ്റൊന്നില്ല. നിങ്ങളുടെ എല്ലാം സ്നേഹവും സന്തോഷവും സൗഹൃദവും നിങ്ങൾ എന്നോട് കാണുന്നത് ഗുരുദേവന്റെ തത്വാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി അർച്ചിക്കുന്നു. ഗുരുദേവന്റെ പാദങ്ങളിലാണ് അത് ചെന്ന് വീഴുന്നത്. ആ സേവനങ്ങൾക്ക് നിദാനമായി പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും ശ്രീനാരായണ ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയുടെ പേരിൽ, ശിവഗിരി മഠത്തിന്റെ പേരിൽ, വ്യക്തിഗതമായി സച്ചിദാനന്ദ സ്വാമിയുടെ പേരിൽ ഇവിടെ സ്നേഹവും സന്തോഷവും സൗഹൃദവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ചാലക്കുടിയിലെ ജനവിഭാഗം അത്
ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും എല്ലാം ആശ്രമത്തോട് ചേർന്ന് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഈ സമ്മേളനത്തിൽ ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത് മുനിസിപ്പൽ ചെയർമാനാണ്. ചാലക്കുടിയുടെ നഗരപിതാവ് അദ്ദേഹം ഈ വേദിയിൽ വന്ന് ആശംസ നേടാൻ തയ്യാറായത് വലിയ സന്തോഷമാതായ ഓർമ്മമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തസ്സത്. ശ്രീനാരായണ ഗുരുവപ്പണമസ്തു. നമ്മുടെ സ്ഥലത്തെ NSSന്റെ സെക്രട്ടറി ശ്രീ ശശിധരൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ ഈ ചാലക്കുടിയിൽ വന്ന കാലം തൊട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ ശശിധരനാണ്. NSSന്റെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം സേവനിച്ചു. ഇവിടുത്തെ NSSകാര് രാവിലെ ദിവസത്തെ ആളുകളായിട്ട് കാണുകയും ഞങ്ങളുടെ ശശിധരൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ NSS യൂണിറ്റ് ശിവഗിരിയിൽ വന്ന് ഒരു ദിവസം താമസിച്ച് അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് പോകുന്നത് ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. വേദചിന്തകൾക്ക് അതീതമായി ഗുരുദേവനെ അറിയുവാനും ആദരിക്കുവാനും വേണ്ടി സർവ്വതാ സന്നദ്ധനായിരിക്കുന്ന വ്യക്തിയാണ് ശശിധരൻ. അദ്ദേഹം ഈ റോഡിലൂടെ പോകുമ്പോൾ ആശ്രമത്തിൽ കഴിഞ്ഞ് ഗുരുദേവനെ തൊഴുതിട്ടാണ് നിർമ്മാണം പോകാറ്. അങ്ങനെ അടിയുറച്ച ഗുരുദേവ ഭക്തൻ കൂടിയായ ശശിധരൻ മതിയായതിൽ പ്രത്യേകമായി സന്തോഷിക്കുന്നത്. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, നിങ്ങളെല്ലാവരും നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ ജന്മദിന ആശംസകൾ നേർന്നതിന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുവാനായിട്ട് എത്തിയ എല്ലാവർക്കും, പുറത്തുനിന്ന് വന്നവരും കൊല്ലം, കോട്ടയം, മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം വന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാമിയുടെ പേരിൽ നന്ദി കടപ്പാട് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ജന്മദിന ആഘോഷത്തിൻ്റെ പരിപാടി, ഈ യോഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.